പകുതിയിലെ തട്ടിപ്പിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് പിരിച്ചെടുത്തത് 50 കോടിയോളം രൂപയാണ്. 18 സന്നദ്ധ സംഘടനകളാണ് തട്ടിപ്പിനിരയായത്. ജില്ലയിൽ ലഭിച്ച 136 പരാതികളിൽ 7 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ഒരാൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. അഷ്കർ അലി കരിമ്പ. അഷ്കർ, ഇപ്പോൾ മലപ്പുറത്തെ തട്ടിപ്പിന്റെ കണക്കുകൾ എങ്ങനെയാണ്? സ്മൃതി, ജില്ലയിൽ 18ഓളം സംഘടനകളാണ് ഇതിൽ തട്ടിപ്പിനിരയായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പിനിരയായ സംഘടന എന്ന് പറയുന്നത് കോട്ടക്കുന്ന് ആഗ്രോ ആൻഡ് പോൾട്രി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡ് ആണ്. ഇവരുടെ മാത്രം 4,22,00,000 രൂപയാണ് അനന്തകൃഷ്ണനും അതുപോലെ തന്നെ അവരടങ്ങുന്ന NGO ഫെഡറേഷനും വേണ്ടി ഇവർ കൈമാറിയത്. അത്രയും ആളുകൾ കൂടി തട്ടിപ്പിനിരയായി എന്നുള്ളതാണ് ഈ ഒരൊറ്റ ഫൗണ്ടേഷൻ മാത്രം. സമാനമായ രീതിയിൽ തന്നെ നജീബ് കാന്തർ നേതൃത്വം നൽകുന്ന പെരിന്തൽമണ്ണയിലെ മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മുദ്ര ഫൗണ്ടേഷനും തട്ടിപ്പിനിരയായിട്ടുണ്ട്. അങ്ങനെ 18ഓളം ഫൗണ്ടേഷൻ, KMC ഫൗണ്ടേഷൻ മുതുവല്ലൂർ, 16 മാറാഞ്ചേരി, എടപ്പാൾ, ആൽ ഫൗണ്ടേഷൻ തിരൂർ, സ്വരാജ് വാഴക്കാട്, ഹവിൽദാർ വാഴക്കാട്, ഒസ്വാൾ ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് നിലമ്പൂർ, KSS ചുങ്കത്തറ, JSS നിലമ്പൂർ, നിറവ് സൊസൈറ്റി പുലാമന്തൂർ, വാരിയർ ഫൗണ്ടേഷൻ തിരുനാവായ, മെയിൽസ് പുത്രത്താണി, മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് തിരുനാവായ, കിസാൻ സർവീസ് സൊസൈറ്റി അങ്ങാടിപ്പുറം, കോർദോവ വേങ്ങര, നാട്ടുനന്മ മാറഞ്ചേരി, വിശ്വപ്രഭ ലൈബ്രറി ചുങ്കത്തറ, ഇത്രയും 18ഓളം സംഘടനകളാണ് ഇവിടെ നിന്ന് തട്ടിപ്പിരയായിരിക്കുന്നത്. അതിൽ പല ആളുകളും ഇപ്പോൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ല. കാരണം ഈ NGOകളൊക്കെ തന്നെ അവരോട് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടി, അതാ തട്ടിപ്പിനിരയായ മുഴുവൻ ആളുകൾക്കും വേണ്ടി അതത് NGOകൾ തന്നെ പരാതി നൽകും. ആ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിയമ പോരാട്ടം നടത്തും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പല ആളുകളും പരാതി നൽകാതെ പിന്നോട്ട് നിൽക്കുന്നത്. എന്നിട്ട് പോലും 137 പരാതികൾ ഇപ്പോൾ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ 7ഓളം കേസിൽ FIR ഇടുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് കൂടി ഇവിടെ നടന്നു എന്നുള്ളതാണ്. മറ്റ് പല സ്ഥലങ്ങളിലും NGOകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അറസ്റ്റ് ഉണ്ടായിട്ടില്ല. എന്നാൽ കോട്ടക്കുന്ന് പോൾട്രി ആൻഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സിലെ പ്രസിഡന്റായിട്ടുള്ള ബഷീർ മുതുവല്ലൂർ എന്നയാളെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ഈ അസോസിയേഷൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടതും. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 4,22,00,000 രൂപയുടെ തട്ടിപ്പാണ്, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കബളിപ്പിക്കലാണ് ഈ NGO ഇരയായത്. സമാനമായ രീതിയിൽ തന്നെ 18 സംഘടനകളും ചേർത്ത് ഏകദേശം 50 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ഇവിടെ മലപ്പുറം ജില്ലയിൽ മാത്രം നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട്. എന്നാൽ NGO അസോസിയേഷൻ പറയുന്നത് 30 കോടിക്ക് മുകളിൽ മാത്രമാണ് എന്നതാണ്. എന്തായാലും വലിയ അളവിൽ ആയിരക്കണക്കിന് ആളുകൾ മലപ്പുറം ജില്ലയിൽ മാത്രം ഈ തട്ടിപ്പിന് ഇരയായി എന്നുള്ളതാണ്. ജില്ലയിൽ വ്യാപകമായി തന്നെ തട്ടിപ്പിന് ഇരയാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സ്മൃതി, മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അഷ്കർ അലി നൽകിയിരിക്കുന്നത്.